നമുക്ക് തീപ്പെട്ടി കൊണ്ട് നല്ല അടിപൊളി ഒരു സ്മോക്ക് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ തീപ്പെട്ടിയുടെ ഈ മരുന്നില്ലേ, ആ മരുന്ന് മാത്രം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി സെപ്പറേറ്റ് ആയിട്ട് വെക്കും. അപ്പോൾ നമ്മുടെ തീപ്പെട്ടിയുടെ മരുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 4 ചന്ദനത്തിരി എടുത്തിട്ട് അതിൻ്റെ മരുന്ന് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കും. അപ്പോൾ നമ്മൾ ചന്ദനത്തിരിയുടെ മരുന്ന് എടുത്തിട്ട് അതൊന്ന് പൊടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി നമ്മൾ പൊടിച്ച് വെച്ച ചന്ദനത്തിരിയുടെ പൊടിയില്ലേ, അപ്പോൾ അതെടുത്ത് നമുക്ക് ആ തീപ്പെട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോക്സ് അടയ്ക്കാം. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഒരു ഫെവിക്വിക്ക് എടുത്തിട്ട് നമ്മൾ ഈ തീപ്പെട്ടിയുടെ ഒരു സൈഡ് നല്ല രീതിയിൽ വശമായിട്ട് ഒട്ടിക്കുക. ഇനി നമ്മൾ ഒട്ടിച്ച സൈഡില്ലേ, അവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഒരു അത്യാവശ്യം വലിയ ഹോൾ ആയിക്കോട്ടെ. ഇനി നമുക്ക് നമ്മുടെ തീപ്പെട്ടിയുടെ ഈ ഭാഗമില്ലേ, നമ്മൾ ഈ തീപ്പെട്ടിക്കൊള്ളിട്ട് വരയ്ക്കത്തില്ലേ, ആ ഭാഗം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളത് ചുരുട്ടണം. നമ്മൾ പേപ്പറിൻ്റെ ഇതാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചുറ്റാം. എന്നിട്ട് നമ്മളിട്ട് കിടത്തിലോട്ട് കയറ്റി വെച്ചിട്ട് ഒരു തീപ്പെട്ടിക്കൊള്ളിയും വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കുക വശയിട്ടിട്ട്. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. എൻ്റെ എക്സ്പെരിമെൻറ്റ് കാണാൻ വേണ്ടി ബ്രൂണിയും വന്നിട്ടുണ്ട്. എന്റെ അണ്ണാക്കിലോട്ട് കുത്തിക്കാനല്ല പറഞ്ഞത്. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാതൊരു ജില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.